ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. തിരുവചനം ശ്രവിക്കുവാൻ കർത്താവിൻ്റെ തിരുശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കർത്താവിങ്കിൽ ലയിപ്പിച്ച് അവിടുത്തെ ശരീരത്തോട് ചേർന്നിരുന്ന് കർത്താവിൻ്റെ വക്ഷസ്സിൽ നിന്നും തിരുവചനം സ്വീകരിക്കുന്ന ഒരു അനുഭൂതിയോടുകൂടി തുടർന്നു വരുന്നതായ മണിക്കൂറുകൾ നമുക്ക് ആയിരിക്കാം. പ്രത്യേകമായിട്ടും ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ തിരുവചനങ്ങളാണ്. വളരെ സുപരിചിതമായ സുവിശേഷ ഭാഗമാണ്. നമുക്ക് ആ സുവിശേഷ ഭാഗം വായിച്ച് കേൾക്കാം. ഇതിന് ശേഷം യേശു തിബരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലായിലെ കാനായിൽ നിന്നുള്ള നഥാനയേൽ, സബദീ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് അവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയിടുക, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ വിവസ്ത്രനായിരുന്നത് കൊണ്ട് പുറംകുപ്പായം എടുത്തു ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ കനൽ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. ദൈവസന്നിധിയിൽ നാം കേട്ട വചനത്തെക്കുറിച്ച് ചിന്തിക്കാം. കാരുണ്യവാനും സ്നേഹസ്വരൂപനുമായ ഈശോനാഥ, തിരുവചനം ശ്രവിക്കുവാൻ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരുടെയും ആത്മാക്കളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ യാത്ര ചെയ്ത് അങ്ങയോടൊത്ത് സഞ്ചരിച്ച് വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് വചനത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതുവഴിയായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തി ഈ ആലയത്തിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും മേൽ കർത്താവേ അവിടുന്ന് ശക്തമായി നൽകണമേ. പൈശാചികമായ എല്ലാ തിന്മകളെയും പൈശാചികമായ എല്ലാ ചിന്തകളെയും നിന്റെ മക്കളിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിന്മപ്പെട്ടവൻ്റെ വാക്കുകളെ ശ്രവിക്കുവാൻ കർത്താവേ നിന്റെ മക്കളെ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി യേശു നാമമല്ലാതെ മറ്റൊരു നാമമില്ല. യേശു നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോ ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ തിരുവചനങ്ങൾ. ഉദ്ധാനം ചെയ്ത യേശുനാഥൻ പല സ്ഥലങ്ങളിൽ വച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. യേശു തിബേരിയാസ് കടൽ തീരത്ത് പ്രത്യേകമായിട്ടും ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുന്നതായ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, യേശു തമ്പുരാൻ പിടിക്കപ്പെട്ടു. ഗാഗുൽത്ത മലയിലേക്ക് സ്ലീബായും തോളിൽ വഹിച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്തു. കാൽവരിയുടെ വിരിമാറിൽ അവൻ ക്രൂശിക്കപ്പെട്ടു. ഇനി ഇവൻ്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല. തങ്ങൾ ചെയ്തിരുന്ന പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ജോലിയിലൂടെ മാത്രമേ തങ്ങൾക്കിനി മുമ്പോട്ടുള്ളതായ പ്രതീക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ശിഷ്യഗണം പത്രോസിനോടുകൂടെ ഇതാ തിബേരിയാസിൻ്റെ കടൽ തീരത്തേക്ക് തങ്ങളുടെ പഴയ വള്ളവും വലയുമൊക്കെയായി അവർ തിബേരിയാസിൻ്റെ തീരത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് സുവിശേഷം നമ്മളോട് പറയുകയാണ്, ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഒരു രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു. ഒരു രാത്രി മുഴുവനും അവർ തങ്ങളുടെ സ്ഥിരം തൊഴിലായിരുന്ന, തങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന, തങ്ങൾ ഇത്രയും യേശുവിനോട് ചേരുന്നതിന് മുമ്പ് അത്രയും കാലം തങ്ങൾ ഉപജീവന മാർഗം തേടിയിരുന്ന തങ്ങളുടെ ആ ഉപജീവനത്തിൻ്റെ വകയിലേക്ക് അവർ തിരിച്ചു ചെന്ന് ഒരു രാത്രി മുഴുവനും അവർ അധ്വാനിച്ചിട്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല എന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയാണ്. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. അപ്പോഴും സുവിശേഷം പറയുന്നു, അത് യേശു ആണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഉഷസായപ്പോൾ യേശു അവരുടെ മധ്യേ കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശു ആണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഈ വഴിപോക്കൻ, അല്ലേ, യേശുവാണെന്ന് മനസ്സിലായില്ലെങ്കിൽ പിന്നീട് അതാരാണ്? വഴിയെ വന്ന ഒരാൾ. അങ്ങനെയെങ്കിൽ ഈ വഴിപോക്കൻ ഈ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? അവരുടെ മറുപടി എന്തായിരുന്നു? ഇല്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ മറുപടി. അപ്പോൾ ഈ വഴിപോക്കൻ അവരോട് പറയുകയാണ്, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കാൻ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മീൻപിടുത്തത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തികളാണ്. വലിയ മുക്കുവനായ പത്രോസിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ളതായ മറ്റ് ശിഷ്യന്മാർ, അവർക്ക് കൃത്യമായി അറിയാം, അല്ലേ? സാധാരണ മീൻപിടുത്തക്കാരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർക്കറിയാം ഏത് സമയത്ത് ഏത് തരത്തിലുള്ളതായ മീനാണ് കടലിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നത്, എങ്ങനെയാണ് വലയിറക്കേണ്ടത്, എപ്പോഴാണ് വലയിറക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായി കടലിൻ്റെ ആഴവും നീളവും വീതിയും
അതിൻ്റെ പരപ്പും ഒക്കെ കൃത്യമായി അറിയാവുന്ന ആളുകളാണ് മുക്കുവന്മാർ. അപ്പോൾ ഈ ശിഷ്യന്മാർക്കും ഇത് കൃത്യമായി അറിയാവുന്നവരാണ്. വർഷങ്ങളോളം ഈ ജോലിയിൽ വ്യാപൃതരായിരുന്നതായ മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തേക്ക് കടന്നു ചെന്നിട്ടാണ് ഒരു വഴിപോക്കൻ അവരോട് പറയുന്നു, എന്ത്? വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക. നിങ്ങളോടായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്തുത്തരം പറഞ്ഞേനെ? എന്തുത്തരം പറഞ്ഞേനെ? നീ എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം. കാരണം എന്താണ്? ഒരു രാത്രി മുഴുവനും ഞാൻ കഷ്ടപ്പെട്ടതാണ്. നീ ഈ പറയുന്ന വലതുവശത്തും ഇടതുവശത്തും മുമ്പിലും പുറകിലുമൊക്കെ ഞാൻ വലയെറിഞ്ഞിട്ടുണ്ട്. ഈ രാത്രി മുഴുവനും ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്. ഈ വലതുവശത്ത് തന്നെ കുറേ പ്രാവശ്യം ഞാൻ വലയെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഒന്നും കിട്ടാത്തതാണോ ഇപ്പോൾ കിട്ടുന്നത് എന്നുള്ളതായ സാധാരണ ഭാഷയിൽ നമ്മൾ തിരിച്ച് മറുപടി പറഞ്ഞേനെ. എന്നാൽ പത്രോസ് ഒരക്ഷരം പോലും മിണ്ടാതെ ഈ വഴിപോക്കൻ്റെ വാക്കിനെ മാനിച്ച് വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയിറക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗത്ത് ആദ്യം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പത്രോസാണ്. അതായത് നിനക്ക് എത്രത്തോളം വിനീതനാകാൻ സാധിക്കുമോ, എത്രത്തോളം എളിമപ്പെടാൻ സാധിക്കുമോ, അത് ആരുടെ മുമ്പിലായിക്കൊള്ളട്ടെ, എത്ര അറിവുള്ളവൻ്റെ ആയിക്കൊള്ളട്ടെ, അറിവ് കുറഞ്ഞവൻ്റെ ആയിക്കൊള്ളട്ടെ, അവരുടെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാൻ, അവരുടെ വാക്കിനെ ഒന്ന് കേൾക്കാൻ തയ്യാറാകുന്ന ഒരു മനോഭാവത്തിലേക്ക് നീ കടന്നു വരണമെന്ന് പത്രോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മൾ ഒരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ചിലർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ചേട്ടാ ചേച്ചി ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുമായിരിക്കും, അല്ലേ? അപ്പോൾ അവരുടെ ഈ വാക്കിനെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരരുത്. സ്വീകരിക്കണം. ചിലപ്പോൾ ആ ഒരു ചെറിയ വാക്കായിരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. അവർ പറയുന്ന ചെറിയൊരു കാര്യമായിരിക്കും എൻ്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ തട്ടിക്കളയാതെ പത്രോസിനെ പോലെ സ്വീകരിക്കാൻ. പത്രോസ് വലിയ മുക്കുവനാണ്, അവനറിയാം, വേണമെങ്കിൽ പറയാം, അല്ലേ, നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം, ഞാൻ ഈ വലതുവശത്ത് കുറേ പ്രാവശ്യം വലയിറക്കിയിട്ടുണ്ട്. കാരണം ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടതാണ്. അപ്പം മാറ്റി മറിച്ചും ഒക്കെ വലയിറക്കിയിട്ടുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്, എനിക്ക് അന്നേരം ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഈ വാക്കിനെ ഒഴിവാക്കാമായിരുന്നു. കാരണം അത് യേശുവാണെന്നോ ഒന്നും ഇവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു സാധാരണക്കാരൻ വന്ന് സംസാരിക്കുന്നു, വേണമെങ്കിൽ അതിനെ മാറ്റിക്കളയാമായിരുന്നു. പക്ഷേ പത്രോസ് ആ വാക്കിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയിറക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വലയിറക്കി എന്താണ് സംഭവിച്ചത്? അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോൾ അകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം ഈ വല വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്തത്ര മത്സ്യത്തിൻ്റെ പെരുപ്പം, ഇതിനു മുമ്പെങ്ങും അനുഭവിച്ചിട്ടില്ലാത്തത്ര മത്സ്യത്തിൻ്റെ പെരുപ്പം ഇവരുടെ വലയിൽ അകപ്പെട്ടു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വാക്കുകളെ മാനിക്കാൻ നാം മറന്നു പോകരുത്. വാക്കുകളെ മുഖവിലക്കെടുക്കാൻ നമ്മൾ വിട്ടുപോകരുത്. മറ്റുള്ളവരുടെ വാക്കുകളോടൊരു അവജ്ഞ പാടില്ല. മറ്റുള്ളവരുടെ വാക്കുകളെ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സിൻ്റെ വലുപ്പം നാം സൃഷ്ടിച്ചെടുക്കണമെന്ന് പത്രോസ് നമ്മളോട് പറയുകയാണ്. വീണ്ടും അവരെ ഈ മീൻ നിറഞ്ഞ വല വലിച്ചു കയറ്റാൻ പരിശ്രമിക്കുമ്പോൾ 7-ാം വാക്യത്തിൽ യേശു സ്നേഹിച്ച ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. യേശു സ്നേഹിച്ച ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ് എന്ന് പറഞ്ഞാൽ ഈ മീൻ നിറഞ്ഞ വല ഇങ്ങനെ വലിച്ചു കയറ്റാൻ പാടുപെടുകയാണ്. 2 പേര് 3 പേര് കൂടി ഇത് വള്ളത്തിലേക്ക് വലിച്ചു കയറ്റാനായിട്ട് പാടുപെട്ട് നിൽക്കുന്ന അവസരത്തിൽ യോഹന്നാൻ, യേശു സ്നേഹിച്ച ആ ശിഷ്യൻ യോഹന്നാൻ പത്രോസിൻ്റെ ചുമലിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, പത്രോസേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയധികം
മത്സ്യത്തിൻ്റെ പെരുപ്പം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തരാൻ ഇന്നീ ഭൂമിയിൽ കഴിവുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവാണ് എന്ന് പത്രോസിൻ്റെ ചുമലിൽ തട്ടി യേശു സ്നേഹിച്ച ആ ശിഷ്യൻ യോഹന്നാൻ പത്രോസിനോട് പറയുകയാണ്, ഹല്ലേലൂയ, അത് കർത്താവാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലേക്ക് യോഹന്നാൻ കടന്നു വന്നത് അവൻ്റെ ഇല്ലായ്മയിലല്ല. ആണോ? ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടു, ഒന്നും കിട്ടിയില്ല. എടാ, നമ്മൾ ഈ ഗതി വരാനുള്ള കാര്യം, ഈ ഗതിയിൽ അകപ്പെടാനുള്ള കാരണം കർത്താവാണ്. ആണോ? നമ്മൾ ഈ ഗതിയിൽ വരാനുള്ളതായ കാരണം കർത്താവാണെന്നാണോ പറഞ്ഞേ? അല്ല. മത്സ്യത്തിൻ്റെ പെരുപ്പം, സമൃദ്ധി, ഉള്ളായ്മ ഉള്ളത് അത്രയും അധികം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഇത്രയധികം കടന്നു വന്നത് ഇത് തരാൻ ഇന്നീ ലോകത്ത് ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് വഴിപോക്കനല്ലടാ, ആ നിൽക്കുന്നത് നമ്മുടെ കർത്താവാണെന്നുള്ള വലിയ തിരിച്ചറിവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വേദനയിലും പ്രയാസത്തിലും ഒക്കെ കർത്താവിനെ വിളിച്ചിട്ട് പറയും, നീ എന്തിനെനിക്ക് ഇങ്ങനൊരു ജീവിതം തന്നു? എന്നെ ബുദ്ധിമുട്ടിക്കാനാണോ നീ ഇങ്ങനൊരു ജീവിതം തന്നത്? എന്നെ പ്രയാസപ്പെടുത്താനാണോ നീ ഇങ്ങനൊരു ജീവിതം തന്നത്? എന്തിനാ കർത്താവേ എന്നെ ഇങ്ങനെ നീ സൃഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ് വേദനയുടെയും പ്രയാസത്തിൻ്റെയും ഇല്ലായ്മയുടെയും സമയത്ത് ആവലാതി പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കർത്താവിനെ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കും. പക്ഷേ നമുക്കൊരു സമൃദ്ധി വരുമ്പോൾ, നമുക്കൊരു സന്തോഷം വരുമ്പോൾ, നമുക്കൊരു നന്മ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ പറയും, സാധാരണ മനുഷ്യർ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഇതെല്ലാം. ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ വിയർപ്പൊഴുക്കി, ഞാൻ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഇതെല്ലാം. വേദനയും പ്രയാസം വരുമ്പോൾ ഇതാര് തന്നു? കർത്താവ് തന്നു. പ്രിയമുള്ളവരെ, ഇവിടെ യോഹന്നാൻ നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. മത്സ്യത്തിൻ്റെ പെരുപ്പം. നമ്മളൊരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടു, നമ്മളൊരു രാത്രി മുഴുവൻ വിയർപ്പൊഴുക്കി, ഇതാ ഈ ഉഷസ്സിൽ നമുക്ക് ഇത്രയധികം മത്സ്യത്തിൻ്റെ പെരുപ്പം കിട്ടി, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണടാ എന്നല്ല. പിന്നെയോ, ഇതിത്രയും കിട്ടണമെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ. അത് കർത്താവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ യേശുവിനെ ഏറ്റുപറയുന്ന, ദൈവത്തെ ഏറ്റുപറയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകണം. യോഹന്നാൻ്റെ മനോഭാവം ഒരു കൃതജ്ഞതയുടെ മനോഭാവമാണ്, നന്ദി പറച്ചിലിൻ്റെ ഒരു മനോഭാവമാണ്. കർത്താവേ, നീയാണല്ലോ ഇത് തന്നത് എന്നുള്ളതായ ഒരു നന്ദി പറച്ചിലിൻ്റെ മനോഭാവമാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു പ്രായവും അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും കാലമൊക്കെ ഒന്ന് എടുത്തിട്ട് ചുമ്മാ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നിട്ട് നമ്മളൊരു പേപ്പറും പേനായും എടുത്ത് ഒന്ന് എഴുതി തുടങ്ങണം. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതായ കാര്യങ്ങൾ ഒക്കെ വെച്ച് ഞാനൊന്ന് എഴുതി തുടങ്ങണം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളതായ അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നായി, കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നാം ഒന്ന് എഴുതി വെച്ച് മുന്നോട്ട് പോയാൽ പേപ്പറുകൾ ചിലപ്പോൾ തികയാതെ വരും. ഇത്രയും വർഷം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഓർത്തെടുത്ത് എഴുതി തുടങ്ങിയാൽ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങിയവരാണ് നമ്മൾ എന്നുള്ളതായൊരു ബോധ്യം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ ആവലാതി പറയുന്നത് എന്തിനെ പ്രതിയാണ്? ലഭിക്കാതെ പോയ 3-4 അനുഗ്രഹങ്ങളെ പ്രതിയാണ് നമ്മൾ ആവലാതി പറയുന്നത്. ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളും കൃപകളും ദൈവത്തിൽ നിന്ന് ലഭ്യമായിരിക്കുമ്പോൾ, ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളും കൃപകളും ദൈവത്തിൽ നിന്ന് ലഭ്യമായിരിക്കുമ്പോൾ നമ്മൾ ഈ നൈറ്റ് വിജിൽ നടത്തുകയാണ്. ആരാധനയുടെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്തായിരിക്കാം?
ലഭിക്കാതെ പോയ 3-4 അനുഗ്രഹങ്ങളെ പ്രതിയുള്ള അർത്ഥനകളാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ലഭിച്ചിട്ടുള്ള ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ, ആയിരക്കണക്കിന് കൃപകൾ, ആയിരക്കണക്കിന് നന്മകളെ നമ്മൾ വെറും കൈയോടെ പറഞ്ഞയക്കുകയാണ്. അവയെ പ്രതി ദൈവസന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് ഈ സുവിശേഷ ഭാഗത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ നമ്മളോട് ചോദിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയതായ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നന്ദി പറയുമ്പോഴാണ് അടഞ്ഞു കിടക്കുന്നത് തുറക്കപ്പെടുന്നത്. അങ്ങനൊരു കാര്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായ സത്യമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ പോലെ ദൈവസന്നിധിയിൽ നമുക്ക് ലഭ്യമാകുന്നതായ അനുഗ്രഹങ്ങളെ പ്രതി, നന്മകളെ പ്രതി, നമ്മുടെ സമ്പത്തിനെ പ്രതി, നമ്മുടെ നന്മകളെ പ്രതി, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പ്രതിയൊക്കെ ദൈവമാണ് എനിക്കിത് നൽകിയതെന്ന് ഏറ്റുപറയുന്ന ഒരു മനോഭാവത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് നാം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നത്, കൂടുതൽ നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നത്. ആ അനുഗ്രഹങ്ങൾ ഇറങ്ങാനുള്ളതായ തടസ്സത്തിൻ്റെ മേഖലകൾ നമുക്ക് മാറിക്കിട്ടുന്നത് എന്നുള്ളതായ ഒരു മനോഭാവത്തിലേക്ക് നാം തിരിച്ചറിഞ്ഞ് കടന്നു വരണം. വീണ്ടും എന്താണ്, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ വിവസ്ത്രനായിരുന്നത് കൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ താൻ നഗ്നനായിരുന്നത് കൊണ്ട് എന്നാണ്, നമ്മൾ പരിഷ്കരിച്ച പുതിയ ബൈബിളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ വിവസ്ത്രനായിരുന്നത് കൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി എന്നുള്ളതാണ്. അപ്പോൾ അത് കർത്താവാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞപ്പോൾ, അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞതായ നിമിഷം പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിൻ്റെ ഓളങ്ങളിലേക്ക് മറഞ്ഞു എന്നുള്ളതാണ്. ഇതിനോട് തത്തുല്യമായ മറ്റൊരു ഭാഗം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. എന്താന്ന് പറയാമോ? താൻ നഗ്നനായിരുന്നത് കൊണ്ട് പത്രോസ് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. എന്താ? ആദവും ഹവ്വായും തങ്ങൾ നഗ്നരായിരുന്നത് കൊണ്ട് അത്തീലകൾ കൂട്ടി വസ്ത്രമുണ്ടാക്കി എവിടാ? മരങ്ങൾക്കിടയിൽ മറഞ്ഞു. അല്ലേ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിലാണ്. 7-8 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആദവും ഹവ്വായും തങ്ങൾ നഗ്നരായിരുന്നത് കൊണ്ട് അത്തീലകൾ കൂട്ടി വസ്ത്രമുണ്ടാക്കി മരങ്ങൾക്കിടയിൽ മറഞ്ഞു. ഇവിടെ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിൻ്റെ ഓളങ്ങളിലേക്ക് മറഞ്ഞു, കടലിലേക്ക് ചാടി, കടലിൻ്റെ ഓളങ്ങളിലേക്ക് മറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ചോദ്യം, ഇവിടെ ഈ നഗ്നത എന്താണ്? എന്താണ് 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 ഈ നഗ്നത? യെസ്, നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയാണ്. ആദവും ഹവ്വായും തങ്ങൾ നഗ്നരായിരുന്നത് കൊണ്ട് എന്താണ്? അത്തീലകൾ കൂട്ടി വസ്ത്രം നെയ്തു. തങ്ങൾ നഗ്നരാണെന്ന് എപ്പോഴാണ് അറിഞ്ഞത്? പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ നഗ്നരാണ് എന്ന് അറിഞ്ഞത്. ഇവിടെ പത്രോസ് താൻ നഗ്നനായിരുന്നു. പത്രോസിൻ്റെ പാപം എന്താണ്? 3 ദിവസം മുമ്പാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. അല്ലേ? ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞിടത്ത് അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. മാത്രമല്ല, ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി കർത്താവിൻ്റെ ഉദ്ധാനത്തിനായി കാത്തിരിക്കേണ്ടവൻ അവരെ ഒരുമിച്ച് കൂട്ടി ആ ഉയർപ്പിന് വേണ്ടി ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതിനെ വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടവൻ എന്ത് ചെയ്തു? എന്ത് ചെയ്യരുത്, എന്തിലേക്ക് പോകരുത്, എവിടുന്നാണോ കർത്താവ് ഇവരെ വിളിച്ചുകൂട്ടി മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് എവിടെ നിന്നാണോ ഇവരെ വിളിച്ചു കൂട്ടിയത് അവിടേക്ക് വീണ്ടും ആ പഴയ പണിയിലേക്ക് വീണ്ടും തിരിച്ചുപോയി. തിബരിയാസിൻ്റെ തീരത്ത് വെച്ചാണ് ഈ വള്ളത്തിലിരുന്ന് വല നന്നാക്കുന്ന സമയത്താണ് യേശു വന്നിട്ട് ഇവരെ വിളിക്കുന്നത്. ഓർക്കുന്നുണ്ടോ?
അല്ലേ? യേശു വന്നിട്ട് ശിഷ്യന്മാരെ വിളിക്കുന്നത് തിബരിയാസിൻ്റെ തീരത്ത് നിങ്ങളിനി മീൻ പിടിക്കാനുള്ളവരല്ല, പിന്നെയോ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് കർത്താവ് ഇവരെ വിളിക്കുന്നത് ഈ തിബരിയാസിൻ്റെ തീരത്താണ്. അവിടെ വെച്ച് കർത്താവിനോട് പത്രോസ് പറയുന്നുണ്ട്, നീ എന്നിൽ നിന്ന് അകന്നു പോകണേ, ഞാൻ പാപിയാണ് എന്ന് ആ സമയത്ത് ശിഷ്യന്മാർ ഈ പത്രോസ് യേശു തമ്പുരാനോട് പറയുന്നുണ്ട്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും വന്ന് എത്തി നിൽക്കുക. ഉയർപ്പിൻ്റെ സമയത്ത് തങ്ങൾ പഴയ ജോലിയിലേക്ക് തിരിച്ചുപോയി. പ്രിയമുള്ളവരെ, താൻ നഗ്നനായിരുന്നത് കൊണ്ട്, താൻ പാപത്തിലാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് അവൻ കടലിൻ്റെ ഓളങ്ങളിലേക്ക് മറഞ്ഞു. ആദവും ഹവ്വായും തങ്ങൾ പാപം ചെയ്തത് കൊണ്ട് തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം തമ്പുരാനോടൊത്ത് ഉലാത്തുവാനായി കടന്നു വന്നിരുന്നതായ ഇവർ രണ്ടുപേരും അന്ന് വൈകുന്നേരം ദൈവം വന്നില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചു. സത്യമല്ലേ? എല്ലാ ദിവസവും ദൈവത്തെ പ്രതീക്ഷിച്ചിരുന്നവർ ഇന്ന് ദൈവം വന്നില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചു. അപ്രകാരം അവരാഗ്രഹിച്ചു. ഇനി ദൈവം വന്ന് വിളിച്ചപ്പോൾ അവർ മരങ്ങൾക്കിടയിൽ മറഞ്ഞു. ഈ ഒരു മറയൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു മറയൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പള്ളിയിൽ പോകാൻ പറ്റാത്തത്, പ്രാർത്ഥിക്കാൻ പറ്റാത്തത് ദൈവസന്നിധിയിൽ നിന്നുള്ളതായ വലിയ മറയലാണ്. അതിന് നമ്മുടെ കാരണം എന്താണ്? തലവേദന, പനി, മഴ, വെയിൽ, നടുവേദന, ഇത് നമ്മുടെ കാരണങ്ങൾ. റിയൽ കാരണം എന്താണ്? എൻ്റെ പാപത്തിൻ്റെ അവസ്ഥയാണ്. നിങ്ങൾ അല്ലെങ്കിൽ ഓർത്തോ, ഒരു നല്ല കുമ്പസാരമൊക്കെ നടത്തി ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഉഷാറായിരിക്കും, പള്ളിയിൽ പോകാൻ ഉഷാറായിരിക്കും, മറ്റ് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ, ദൈവവുമായുള്ളതായ ദൈവികമായ കാര്യത്തിലും ദൈവവിചാരത്തിലും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരിക്കും. പക്ഷേ ഒരു 3, 4, 5 ദിവസം കഴിയുമ്പോൾ കഴിയുവാത്. എന്തുകൊണ്ടാണ്? വീണ്ടും നമ്മൾ പാപത്തിലായി. ദൈവസന്നിധിയിൽ നിന്ന് മറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നിലുള്ളതായ പാപത്തിൻ്റെ അവസ്ഥയാണ്. ദൈവസന്നിധിയിൽ നിന്ന് മറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നിലുള്ളതായ പാപത്തിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ അടിക്കടി കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ പാപത്തിൽ നിന്നും കഴുകി വിശുദ്ധീകരിച്ച് ഞാൻ വീണ്ടും ഉന്മേഷവാനായി ഒരു പുതുസൃഷ്ടിയായി മാറി ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് മറയാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ രോഗങ്ങളല്ല, നമ്മുടെ വേദനകളല്ല, നമ്മുടെ മഴയല്ല, നമ്മുടെ വെയിലല്ല, പിന്നെയോ ഞാൻ പാപത്തിൻ്റെ അടിമത്തത്തിലായതുകൊണ്ട് എനിക്ക് ദൈവസന്നിധിയിൽ തലയുയർത്തി നിൽക്കാൻ കഴിയില്ല. എൻ്റെ ശിരസ് ദൈവസന്നിധിയിൽ കുനിഞ്ഞു നിൽക്കും. മാത്രമല്ല, ഈ ദൈവസന്നിധിയിൽ നിന്നൊന്ന് മറഞ്ഞു നിൽക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു ബോധ്യം എന്നിലേക്ക് വരികയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസിന് സംഭവിച്ചത് അതാണ്. താൻ നഗ്നനായിരുന്നത് കൊണ്ട്, താൻ പാപത്തിലാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, താൻ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചവനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവൻ്റെ ഉള്ളിലുള്ളതായ പാപത്തിൻ്റെ അവസ്ഥ ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ അവനെ പ്രേരിപ്പിച്ചില്ല. പിന്നെയോ അവിടെ നിന്നൊന്നും മറയാൻ, അവിടെ നിന്നൊന്നും മാറാൻ, അവിടെ നിന്നൊന്നും നീങ്ങി നിൽക്കാൻ അവനെ പ്രേരിപ്പിച്ചു. അവൻ അപ്രകാരം അത് ചെയ്തു എന്നുള്ളതാണ്. ഇനി എന്താണ്? ഈ ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ച് അവർ അങ്ങനെ നിൽക്കുമ്പോൾ കരയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. കരയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ 9-ാം വാക്യത്തിൽ, കരക്കിറങ്ങിയപ്പോൾ കനൽ കൂട്ടിയിരിക്കുന്നതും തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. കരക്കിറങ്ങിയപ്പോൾ കനൽ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. പ്രിയമുള്ളവരെ,
യേശു തമ്പുരാനോട് കൂടെ നടന്നിട്ട് കാര്യമില്ല, യേശു തമ്പുരാനോട് ചേർന്ന് നിന്നിട്ട് കാര്യമില്ല. കാരണം എന്താണ്? അവൻ കുരിശിൽ ഒരു സാധാരണ കള്ളനെ പോലെ അവൻ കുരിശിൽ മരിക്കപ്പെട്ടു. ഇനി ഇവനോട് ചേർന്ന് നിന്നിട്ട് കാര്യമില്ല, അധ്വാനിച്ച് ജീവിച്ചെങ്കിലേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവനിൽ നിന്നകന്ന് പഴയ ജോലിയിലേക്ക് പോയ ശിഷ്യന്മാരെ പ്രതീക്ഷിച്ച് കരയ്ക്ക് നിന്നതായ കർത്താവ് അവർക്ക് വേണ്ടി കനൽ കൂട്ടി അതിൽ അപ്പവും മീനും വെച്ച് അവരെ കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നീ എത്രയൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും, ഇനി ഇവൻ്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല, ഇവനെ വിളിച്ചിട്ട് കാര്യമില്ല, ഇവനിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് എത്രയൊക്കെ നീ ഇവനിൽ നിന്ന് അകന്നു പോയാലും, എത്രയൊക്കെ നീ ഇവനിൽ നിന്ന് മാറിപ്പോയാലും, ഒരു നിമിഷമെങ്കിലും തിരിച്ചു വരാൻ നീ ആഗ്രഹിച്ചാൽ, ഒരു നിമിഷമെങ്കിലും തിരിച്ചു വരാൻ നീ ആഗ്രഹിച്ചാൽ, നിനക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ എല്ലാവരുടെയും ദേവാലയത്തിൻ്റെ തിരുവൾത്താരയിൽ നമുക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നു. നിന്റെ വരവും കാത്തിരിക്കുന്നു, നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു, അത്രമാത്രം നിന്നെ ആഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ നിനക്കു വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവത്തിലാണ് നീ പ്രത്യാശ അർപ്പിക്കുന്നത് എന്നുള്ളതായൊരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ വിശ്വാസി നീ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തി ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ എല്ലാ ദേവാലയങ്ങളുടെയും തിരുവൾത്താരയിൽ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. നീ ഒരു നിമിഷമെങ്കിലും കടന്നു വരാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തേടുക എന്നുള്ളതല്ല, അതിനപ്പുറം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തേടാതെ അനുഗ്രഹദാതാവിനെ കൂടെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ, അനുഗ്രഹദാതാവിനെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് തക്കവണ്ണം പ്രത്യേകമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. കേവലം അനുഗ്രഹങ്ങൾ മാത്രം പ്രാപിച്ച് അതിൻ്റെ സന്തോഷം പങ്കുവച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയായി മാറാതെ അനുഗ്രഹദാതാവിനെ കൂടെ കൂട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകണം. കാരണം അത്രമാത്രം ദൈവം നമ്മളെ ഓരോരുത്തരെയും കരുതുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വലിയ പ്രകൃതി എന്ന് പറയുന്നത് അവൻ പരിശുദ്ധനാണ് എന്നുള്ളതാണ്. ദൈവം ആരാണ്? ദൈവം പരിശുദ്ധനാണ്. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനായിരിക്കണം. അപ്പോൾ എന്താണ്? ഒരു സാധാരണ ലെവലിലുള്ള ഒരു ദൈവത്തെ അല്ല, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ ബുദ്ധിയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമല്ല. അതിനപ്പുറം നമ്മുടെ ഈ ദൈവം പരിശുദ്ധനാണെന്നുള്ളതായ വലിയ ബോധ്യം, ഈ പരിശുദ്ധിയിലേക്കാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് സാധിക്കണം. സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനായിരിക്കണം. ഈ പരിശുദ്ധിയിലേക്ക് കടന്നു ചെല്ലാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പൂർണ്ണമായിട്ട് നമുക്ക് സാധ്യമായില്ലെങ്കിലും അതിനൊരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ നടത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് ബലം നൽകുന്ന ഒരു ദൈവത്തിലാണ് നാം വിശ്വാസം അർപ്പിച്ചിരിക്കുക. ബലഹീനതയിൽ ബലം നൽകുന്നവനിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബലം നൽകുന്നവനിൽ ഒന്നാശ്രയിക്കാൻ, അവനിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസ തീഷ്ണത രൂപപ്പെടുത്തിയെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയണം. പ്രിയമുള്ളവരെ, അങ്ങനൊരു ദൈവം, അങ്ങനൊരു ദൈവത്തിൽ ഞാൻ വിശ്വസിച്ച്, അങ്ങനൊരു ദൈവത്തെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ, അങ്ങനൊരു ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ഞാൻ എത്രത്തോളം വളരുന്നോ അത്രമാത്രം എന്നിലേക്ക് അവൻ ഇടപെട്ടുകൊണ്ടേയിരിക്കും. എന്നിലേക്ക് അവൻ ഇടപെട്ടുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ഈ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുക. വീണ്ടും അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഒന്നുമില്ലായ്മയിൽ നിന്ന് മത്സ്യത്തിൻ്റെ സമ്പത്ത് നൽകാൻ കഴിവുള്ളവൻ
ഒന്നുമില്ലായ്മയിൽ തീ കൂട്ടാൻ കഴിവുള്ളവൻ, ഒന്നുമില്ലായ്മയിൽ അപ്പമുണ്ടാക്കി നൽകാൻ കഴിവുള്ളവന് ഇവർക്ക് ആവശ്യമായ മീൻ കൂടെ ഉണ്ടാക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരാൻ പറഞ്ഞത്? നിനക്ക് മത്സ്യത്തിൻ്റെ സമ്പത്ത് നൽകിയത് ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അതെനിക്ക് അവകാശപ്പെട്ടതാണ്. നിനക്ക് മത്സ്യത്തിൻ്റെ സമ്പത്ത് നൽകിയത് ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നീ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, അതെനിക്ക് അവകാശപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നിനക്ക് കഴിവ് നൽകിയിട്ടുള്ളത് ദൈവമാണെങ്കിൽ നിന്റെ കഴിവിൻ്റെ ഒരു ഭാഗം ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നീ പരിശ്രമിക്കണം. നിനക്ക് ജീവിത സാഹചര്യങ്ങൾ നൽകിയത് ദൈവമാണെങ്കിൽ നിന്റെ ജീവിത സാഹചര്യങ്ങളുടെ ഒരു ഭാഗം ദൈവികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ചിലവാക്കണം. നീ അതിനുവേണ്ടി തയ്യാറാകണം. അത് മാത്രമല്ല, നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ സമയം ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ബാക്കിയൊക്കെ പൊക്കോട്ടെ, നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ സമയത്തിൻ്റെ ഒരു ഭാഗം അത് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിൽ പോലും പങ്കെടുക്കാൻ മനസ്സ് കാണിക്കാതെ മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഓടാറില്ലേ? ഒരു നേരത്തെ കുടുംബ പ്രാർത്ഥന നടത്താൻ ഇന്ന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഓടാറില്ലേ? നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ സമയത്തിൻ്റെ ഒരു ഭാഗം നീ ദൈവത്തിന് കൊടുത്തേ മതിയാവൂ. ദൈവത്തിനു മുമ്പാകെ നീ ഇരുന്നേ മതിയാവൂ. ദൈവത്തിനു മുമ്പാകെ നീ അതിനുവേണ്ടി സമയം ചെലവഴിച്ചേ മതിയാവൂ. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ചിലരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇന്നിത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു കാര്യം എന്താണ്? പെട്ടെന്ന് പറഞ്ഞു എന്താണ്? പ്രാർത്ഥന അല്ലേ? നമ്മൾ രാവിലെ വലിയ യാത്രയ്ക്കൊക്കെ പോയി, ഒത്തിരി ദൂരം നമ്മൾ യാത്ര ചെയ്തു, നമ്മൾ വൈകുന്നേരം ക്ഷീണിച്ചു വന്നു, പ്രയാസപ്പെട്ട് നമ്മൾ ബുദ്ധിമുട്ടി നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്നു. നമ്മൾ അപ്പൻ എല്ലാവരോടും പറയുകയാണ്, എന്താണ്? നമുക്കിന്ന് ഭക്ഷണം കഴിക്കണ്ട, കിടന്നുറങ്ങിയേക്കാം. ആണോ? എന്താ മിണ്ടാത്ത എന്താ? എന്താണ്? ഇന്ന് പ്രാർത്ഥിക്കണ്ട, നമുക്ക് പെട്ടെന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിയേക്കാം. ഉറങ്ങത്തില്ലെന്നുള്ളത് സത്യം. 12 മണി വരെ ഇരിക്കും. പക്ഷേ സൗകര്യപൂർവം ഇന്നിത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കുന്ന ഒറ്റ കാര്യമുള്ളൂ: പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, അല്ലേ നമ്മുടെ വിശുദ്ധ കുർബാന, അല്ലേ? ഇന്നിത് വേണ്ട. അത് എവിടെയായാലും, ഏത് സാഹചര്യത്തിലായാലും, ഏത് സമൂഹത്തിലായാലും സംഭവിക്കപ്പെടുന്നത് എന്താണ്? ഇന്നിത് വേണ്ട, നമ്മൾ ക്ഷീണിച്ചു, ഇന്ന് പ്രാർത്ഥിക്കേണ്ട. വീട്ടിൽ വിരുന്നുകാർ വന്നു, എന്താണ്? ഇന്ന് വേണ്ട. വിരുന്നുകാർ വന്നുകൊണ്ട് നമുക്കിന്ന് ഭക്ഷണം വേണ്ടെന്ന് പറയത്തില്ലല്ലോ. ഇന്നിത് വേണ്ട. എന്ത്? പ്രാർത്ഥന. പ്രിയമുള്ളവരെ, സൗകര്യപൂർവം നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് മുഴുവനും ദൈവികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എത്ര വേദന എടുത്താലും, എത്ര ബുദ്ധിമുട്ടിയാലും, എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ചെയ്യും. ഏത് മഴയാണെങ്കിലും നമ്മൾ പോകാനുള്ളിടത്ത് പോവും, ഏത് വെയിലാണെങ്കിലും നമ്മൾ പോകാനുള്ളത് പോകും. പക്ഷേ പള്ളിയിൽ വരുമ്പോൾ മഴയാണ്, വെയിലാണ്, നടക്കാൻ മേല, ചുട്ടുപൊള്ളുന്ന വെയിൽ, തലയ്ക്കകത്ത് നേരെയാണ് സൂര്യനടിക്കുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സൗകര്യപൂർവ്വം പല കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റേതും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യവും, അല്ലേ, നമ്മുടെ ആപ്ലിക്കേഷൻസും കർത്താവ് ഇതുപോലെ മാറ്റിവെക്കും. പിന്നാട്ട് ഇന്നിത് വേണ്ട എന്ന് പറഞ്ഞ് ഇത് മാറ്റിവെക്കും. നമ്മൾ വളരെ നാൾ പ്രാർത്ഥിക്കാതിരുന്നിട്ട് ഒരു വിഷമവും പ്രയാസമൊക്കെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, നീ ഒന്ന് പോയി ആരാധനയൊക്കെ നടത്തി പ്രാർത്ഥിക്കുക, അപ്പോൾ നിനക്ക് ഒരു നന്മ വരുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓടിക്കേറി ഇങ്ങോട്ട് വന്നു, പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു. ഉത്തരമില്ല. പ്രയാസപ്പെടരുത്. നീ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ദൈവസന്നിധി വന്നിട്ടില്ല. കഴിഞ്ഞ
കുറേ വർഷമായിട്ട് നീ ദൈവസന്നിധി വന്നിട്ടില്ല, ഇപ്പം നീ ഒരു പ്രയാസം വന്നപ്പോൾ ഓടി വന്നിരിക്കുകയാണ്. നീ ഒരു 10 ദിവസം വാ, 10 ദിവസം ഇരിക്കുക, അല്ലെ 10 ദിവസത്തിന് തത്തുല്യമായ രീതിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിന്നെ ദൈവം കൈവിടില്ല. പ്രിയമുള്ളവരെ, ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരണം. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ വളർന്ന് നമ്മൾ കയറി വരണം. അവൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ കയറി വരണം. നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനാകാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നീ വളരണം. പ്രിയമുള്ളവരെ, ഇനി 11-ാം വാക്യം. ഉടനെ ശിമയോൻ പത്രോസ് എന്ത് ചെയ്തു? വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അപ്പോൾ ഇതുവരെ ശിമയോൻ പത്രോസ് എവിടെയായിരുന്നു? പറഞ്ഞേ, എവിടെയായിരുന്നു? വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു, അല്ലേ? ഇതിൻ്റെ ഇടയിൽ വേറെ ചില കാര്യങ്ങളോടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 2 വാക്യങ്ങൾക്കിടയിൽ ഇതുവരെ ശിമയോൻ പത്രോസ് വെള്ളത്തിൽ തന്നെയായിരുന്നു. പുറങ്കുപ്പായ എടുത്ത് ധരിച്ച് ചാടിയ ആളാണ്. ശിഷ്യന്മാർ കരയിലേക്ക് പോയി. അവരവിടെ ചെന്ന് കർത്താവിനെ കണ്ടു, തീ കൂട്ടിയിരിക്കുന്നതും അപ്പവും മീനും ഒക്കെ അവർ കണ്ടു. അപ്പോൾ ഇനി അവർ തിരിച്ച് കടലിലേക്ക് വരികയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിടിച്ച മത്സ്യത്തിൽ കുറേ ഇവിടെ കൊണ്ടുവരുവിൻ. അപ്പോൾ ഇതിലേക്ക് അവർ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ ആരെങ്കിലും പത്രോസിനോട് പറഞ്ഞിട്ടുണ്ടൊരു കാര്യം. എന്താണ്? നീ ഇനി മുങ്ങിക്കിടക്കണ്ട. നീ ചെയ്തതൊന്നും ഓർക്കാത്ത ഒരു ദൈവത്തെ ഞങ്ങൾ അവിടെ കണ്ടു. നീ ഇനി മുങ്ങിക്കിടക്കണ്ട. നീ ചെയ്തതൊന്നും ഓർക്കാത്ത, നിന്നെക്കുറിച്ച് അന്വേഷിച്ചു പോലും ഇല്ല, നിന്നെക്കുറിച്ച് ചോദിച്ചില്ല, നിന്നെക്കുറിച്ച് പറഞ്ഞില്ല, നീ എന്തിയെ, നീ അത്രയൊക്കെ ഉപദ്രവിച്ചിട്ട് പോയ ആളാണല്ലോ, എന്തിയെ എന്ന് പോലും അന്വേഷിച്ചില്ല. നീ ചെയ്തതൊന്നും ഓർക്കാത്ത ഒരു ദൈവത്തെ ഞങ്ങൾ അവിടെ കണ്ടു. നീ ഇനി മുങ്ങിക്കിടക്കണ്ട, പൊങ്ങിപ്പോര് എന്ന് പറഞ്ഞു. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി മീൻ നിറഞ്ഞ വല വലിച്ച് വള്ളത്തിൽ കയറ്റി. പ്രിയമുള്ളവരെ, അങ്ങനെ അവർ ഈ കരയ്ക്ക് ഇറങ്ങി. കർത്താവ് ഒന്നിച്ചിരുന്ന് അവർ പ്രാതൽ കഴിച്ചു. അതിനുശേഷമാണല്ലോ അടുത്ത ഭാഗത്ത് പത്രോസിനെ അജപാലകനായിട്ട് ഉയർത്തുന്നത്. വെള്ളത്തിൽ മറഞ്ഞിരുന്ന താൻ നഗ്നനാണെന്ന് പറഞ്ഞ് പുറംകുപ്പായ എടുത്ത് ധരിച്ച് കടലിൻ്റെ ഓളങ്ങളിലേക്ക് മറഞ്ഞ പത്രോസിനെ കർത്താവ് എടുത്ത് അജപാലകനായി ഉയർത്തുകയാണ്. നീ ഒന്നിനും കൊള്ളാത്തവനാണ്, ദൈവസന്നിധിയിൽ പാപിയാണ്, ദൈവസന്നിധിയിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് മറയുന്ന ഒരാളാണ് നീയെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ അഭിമാനം നിന്നെ തടയുന്നു എങ്കിൽ, പ്രിയ മകനെ, മകളെ, നീ ഓർത്തോ, നിന്നെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നേതാവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിലാണ് നീ പ്രത്യാശ അർപ്പിക്കുന്നത്. നിന്നെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നേതാവാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിലാണ് നീ പ്രത്യാശ അർപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ പോവുകയാണ്, ശരിക്കും പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിൽക്കാൻ എനിക്ക് ഒരു യോഗ്യതയില്ല, അതുപോലെ ഞാൻ പാപിയാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതിനു മാത്രം ഉയർച്ചകൾ ലഭ്യമാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല ചിലരെങ്കിലും? എനിക്ക് ഇതുവരെ നമ്മളെ അഹങ്കാരിയാക്കാനായിട്ട് അത് മതി, അല്ലേ? ഞാൻ ഇത്രയും പാപം ചെയ്തിട്ട്, ഇത്രയും ദൈവത്തിന് നിരക്കാഴിക കാണിച്ചിട്ട്, ഇത്രയൊക്കെ പോയിട്ട് എന്തിനാണ് ഞാനിങ്ങനെ ഉയർന്നുയർന്നു വരുന്നത്? ദൈവം തന്നെ കരുതുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഇത്രയൊക്കെ താഴെയാണെങ്കിലും അവൻ്റെ ഉള്ളംകൈയിലാണ് നീ എന്നുള്ളതായൊരു ബോധ്യപ്പെടുത്തൽ നിനക്ക് തരാനാണ് നിന്നെ ദൈവം അങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, തിബരിയാസ് കടൽ തീരത്ത് ശിഷ്യന്മാർക്കുണ്ടായ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രത്യാശയിലേക്ക് നമ്മളെ, ദൈവത്തെക്കുറിച്ചുള്ളതായ വലിയ പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കാൻ ഇടയാകണം.
ദൈവത്തെക്കുറിച്ചുള്ളതായ വലിയ ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഇടയാകണം. പത്രോസിനെ പോലെ എളിമപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരാൻ, മറ്റുള്ളവരെ അവൻ്റെ ജാതിയോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ അവനെ ചേർത്ത് വയ്ക്കാൻ, എൻ്റെ ജീവിതത്തോട്, എൻ്റെ വീടിനോട്, എൻ്റെ കുടുംബത്തോട് അവൻ്റെ ഒരു ചെറിയ വാക്കായിരിക്കും എൻ്റെ ജീവിതത്തെ മാറ്റുന്നത് എന്നുള്ളതായ പ്രതീക്ഷയിൽ ആരെയും എൻ്റെ ഹൃദയവാതിലുകൾ തുറന്നിട്ട് അതിലേക്ക് സ്വീകരിക്കാനുള്ളതായ വലിയ ഒരു മനോഭാവം നാം ഓരോരുത്തരും സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം. മാത്രമല്ല, പിന്നീട് സമ്പത്തിൻ്റെ സമൃദ്ധിയിൽ, മീനിൻ്റെ സമൃദ്ധിയിൽ യോഹന്നാൻ തിരിച്ചറിയുന്നു അത് കർത്താവാണെന്ന് യോഹന്നാൻ തിരിച്ചറിയുകയാണ്. അത് കർത്താവാണെന്ന് യോഹന്നാൻ തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിൽ സന്തോഷമേറുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ നന്മയേറുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ നന്മകളുടെ ഒരു കൂമ്പാരത്തിലൂടെ ഞാൻ യാത്ര ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത് തന്നത് കർത്താവാണെന്നുള്ള ഒരു ബോധ്യം. നാളിതുവരെ എനിക്ക് ലഭ്യമായിട്ടുള്ളതായ അനുഗ്രഹങ്ങളെ പ്രതി ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നന്ദി പറയാനുള്ളതായ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാനായിട്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ മനോഭാവം നമ്മളെ അതിലേക്ക് പ്രചോദിപ്പിക്കുകയാണ്. വീണ്ടും കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അവർ കണ്ടു. എന്ന് പറഞ്ഞാൽ, നീ എത്രയൊക്കെ ദൈവത്തെ ഉപേക്ഷിച്ച് പോയാലും, ഇവൻ്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല, ഇവനിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല, ഇവനിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇവനോട് ചേർന്ന് നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് എത്ര ഉപേക്ഷിച്ച് പോയാലും ഒരു നിമിഷം അവനിലേക്ക് തിരിച്ചു വരാൻ നീ ആഗ്രഹിച്ചാൽ നിനക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം നമ്മുടെയൊക്കെ തിരുവൾത്താരകളിൽ, നമ്മുടെയൊക്കെ ദേവാലയത്തിൻ്റെ തിരുവൾത്താരകളിലുണ്ട്. മകനെ, മകളെ, നീ കടന്നുവാ, നിനക്ക് വേണ്ടി അപ്പവും മീനുമൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നിനക്കവിടെ ദർശിക്കാൻ കഴിയും. അതുപോലെ തന്നെ താൻ നഗ്നനായിരുന്നത് കൊണ്ട് പത്രോസ് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് മറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ദൈവസന്നിധിയിൽ നിന്ന് മാറാൻ, പ്രാർത്ഥിക്കാൻ നമ്മളെ മടി കാണിപ്പിക്കുന്നത്, ദൈവസന്നിധിയിലേക്ക് പോകാൻ നമ്മളെ മടി കാണിപ്പിക്കുന്നത് നമ്മുടെ രോഗമല്ല, നമ്മുടെ ബുദ്ധിമുട്ടല്ല, കാലാവസ്ഥാ വ്യതിയാനങ്ങളല്ല, പിന്നെയോ എൻ്റെ ഉള്ളിലുള്ളതായ പാപത്തിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് പാപത്തെ കഴുകിക്കളയുന്ന മനോഭാവത്തിലേക്ക് ഞാൻ വളരണം. പാപത്തെ കഴുകിക്കളഞ്ഞ് ഉന്മേഷവാനായി വീണ്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഉള്ളിലുള്ളതായ ഒരു ത്വര, ഉള്ളിലുള്ളതായ ഒരു ജ്വലനം നമുക്ക് സാധ്യമാക്കിയെടുക്കാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, താൻ ദൈവത്തിനു മുമ്പാകെ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കിയ പത്രോസിനെ പിന്നീട് അജപാലകനാക്കി ഉയർത്തുന്ന ദൈവം, ഞാനൊന്നുമല്ലെന്ന് വിചാരിച്ച് ജീവിച്ച് ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ല, ദൈവത്തിനോട് കരുതലില്ല, സ്നേഹമില്ലെന്നൊക്കെ വിചാരിച്ച് മാറി മാറി നടക്കാതെ നീ ചെയ്തതൊന്നും ഓർക്കാത്ത ഒരു ദൈവം നിൻ്റെ മുമ്പിലുണ്ട്. ആ ദൈവം നിന്നെ കരുതുന്നു, ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ആ ദൈവത്തിലാണ് നീ പ്രത്യാശ അർപ്പിക്കുന്നത് എന്നുള്ളതായ ഉത്തമമായൊരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ ഈ സുവിശേഷം നമ്മളെ ആഹ്വാനം ചെയ്യുക. പ്രത്യേകമായിട്ടും ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ മുമ്പോട്ടേക്ക് ജീവിതം നയിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹവും വലിയ കൃപയും നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ. നമ്മുടെ ഈ രാത്രി ആരാധന ഈ കർത്താവിൻ്റെ തിരുശരീരത്തോട് ചേർന്ന് നിന്നുള്ള നമ്മുടെ ഈ ആരാധനയുടെ മണിക്കൂറുകൾ നമുക്കൊട്ടും വ്യർത്ഥമല്ല. ഒരു രാത്രി മുഴുവൻ നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നിന്നോട് ചേർന്ന് നിന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ കർത്താവേ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിത പങ്കാളിയെ, ഞാൻ ആഗ്രഹിക്കുന്നതായ എൻ്റെ മേഖലകളെ, എനിക്ക് ലഭ്യമാകേണ്ടതായ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ കർത്താവേ നീ തുറക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ വെറുതെയല്ല, ഒരു രാത്രി മുഴുവൻ നിൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്ന്, പറ്റിച്ചേർന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു,
ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, ഞാൻ നിനക്ക് നന്ദി പറഞ്ഞു, ഞാൻ നിനക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ അതിനോട് നമ്മുടെ മനോഭാവം അങ്ങനെ പോസിറ്റീവായിട്ട് രൂപപ്പെടുത്തി ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ, വലിയ കാരുണ്യങ്ങൾ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ കരങ്ങളെ നീട്ടി ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്, സർവശക്തനാണ്, സർവാധിപനാണ്. ദൈവമേ, രാജാതി രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിതാ വന്നണയുന്നു. അവിടുത്തെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തോട് ചേർന്ന് എന്നുള്ളതായി ഈ സമയം കർത്താവേ അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.